ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇന്നും പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ ഇന്ന് ഞങ്ങൾ പോയിട്ട് വരികയാണ്. ഞാനും അച്ഛനും മാത്രമേ പാലക്കാട് പോയുള്ളൂ. പോയിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ നിർത്തിയതാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇവിടെയാണ് വന്നത്. പക്ഷേ അന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ മറക്കാതെ വീഡിയോ എടുത്തു. പക്ഷേ ഈ കടൻ്റെ ഓർമ്മ എനിക്കില്ലായിരുന്നു. അച്ഛനാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ തന്നെ പോകാം എന്നുള്ളത്. സോ ഞങ്ങൾ അന്ന് പോയ സമയത്ത് നമ്മളൊരു ചിക്കൻ വറുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു കേട്ടോ. അപ്പം അതിലത്ര എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുട്ടികൾക്കായാലും കൊടുക്കാനായിട്ട് നല്ലതായിരുന്നു. മാത്രമല്ല ഒരു മസാലൻ്റെ മണവും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് അവരുണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചായയും ഒരു പഴംപൊരിയും ഒരു മുട്ട പുഴുങ്ങിയതുമായിരുന്നു കേട്ടോ. പഴംപൊരി 2-3 ദിവസമായിട്ട് എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമാണ്. സോ അതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു. അച്ഛൻ മുട്ട പുഴുങ്ങിയതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിതുണ്ട് കാണുന്നത് മീനൊക്കെയാണ് കേട്ടോ. അലങ്കാര മത്സ്യങ്ങളാണ് ഈ കാണുന്നത്. സോ അവിടെ അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ വരുന്ന വഴിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല പൂക്കളും അല്ലെങ്കിൽ നല്ല ചെടികൾ വിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ആ സമത വില്ലേജ് എന്ന് പറയുന്നത് ചെടികൾ വിൽക്കുന്ന സ്ഥലമാണ്, നഴ്സറിയാണ്. സോ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കട ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള സ്ഥലമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അത്രയും നല്ല എന്താ പറയുക, നമുക്ക് വേറൊന്നും തിങ്ക് ചെയ്യാൻ തോന്നില്ല അവിടെ പോയാൽ. അത് മാത്രമല്ല നല്ല ഓക്സിജനും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു പ്ലേസ് കൂടെയാണ് അത്. അത് മാത്രമല്ല അവിടുത്തെ ചുമർ ചിത്രങ്ങളും അവിടെ കൊടുത്തിരിക്കുന്ന അവരുടെ ചുമരിൽ കൊടുത്തിരിക്കുന്ന ഓരോ ചിത്രങ്ങളും പാലക്കാടൻ തനിമയെ വിളിച്ചുണർത്തുന്ന ചിത്രങ്ങളാണ്. കാരണം പാലക്കാടിൻ്റെ ഫെസ്റ്റിവൽസും മീൻസ് ഓൾഡ് ഫെസ്റ്റിവൽസിൻ്റെയും കാര്യങ്ങൾക്ക് അവിടെ ചുമർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല വേറെ ആനയുടെയും അത് എന്താ പറയുക, അതൊന്നും വിവരിക്കാൻ പറ്റാത്തതാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ആ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. വേറെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചായ കുടിക്കുന്ന നേരം നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ ഈ കടയിൽ കയറാൻ പറ്റുന്നത് പാലക്കാട് മുണ്ടൂർ ഭാഗത്താണ് ഈ കട എന്ന് പറയുന്നത്. സോ ഈ കടയിൽ കയറാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും കയറാനായിട്ട് ശ്രമിക്കുക. മുണ്ടൂർ കഴിഞ്ഞിട്ട് പോകണം. പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് മുണ്ടൂരിന് മുമ്പാണ്. സോ കയറാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഈ കടയിൽ കയറുക കേട്ടോ. നല്ല രസമാണ്, നല്ല വൈബാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.